ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ നടന്ന വൻകിട തട്ടിപ്പുകളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിലൊന്ന് GSTയുടെ SIT വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ഈ SIT അന്വേഷണത്തിനിടയിൽ അവർക്ക് വലിയ തോതിലുള്ള സംശയം തോന്നിയ ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ED ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ നമ്മൾ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വളരെ നേരത്തെ തന്നെ ED ഇക്കാര്യത്തിൻ്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിനെന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല എന്നാണ്. ഇവരുടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാണ്. അതായത് അന്വേഷണം മുക്കിയോ എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്നത്. ഇടപെടൽ എവിടെ നിന്നൊക്കെ ഉണ്ടായി. ഈ റിപ്പോർട്ടർ ചാനലുകാരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് BJPയുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് പലരും പൊതുവെ ആരോപിക്കാറുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻഡോ അഗസ്റ്റിൻ തന്നെ നേരത്തെ ഒരിക്കൽ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഏതാണ്ട് സ്ഥാനാർത്ഥിയായിട്ട് അതെ അങ്ങനെ വന്നൊരു അവസ്ഥയുണ്ട്. അപ്പം BJP അവർക്ക് നല്ല ബന്ധമുണ്ട് എന്ന ആരോപണങ്ങളെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഈ SITയുടെ സ്വാഭാവികമായി സംശയം വിരൽ ചൂണ്ടുന്നത്. ഇതിൽ പല വ്യവസായ പ്രമുഖരെ ചോദ്യം ചെയ്തു എന്നുള്ള ഒരു വാർത്ത വരും. ED അന്ന് ആ വ്യവസായ പ്രമുഖരെന്ന് മാത്രമേ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്രങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ ആരാണെന്നുള്ള വിവരം പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ തന്നെ സ്വാഭാവികമായും നമുക്കതിലൊരു ഉന്നത ഇടപെടൽ എന്തുകൊണ്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രമുഖന്മാർ ചോദ്യം ചെയ്യാൻ പോയാൽ സംഭവിക്കുന്ന ഇടപെടൽ നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അതെ, മാത്രമല്ല ഈ പത്രങ്ങൾ ഈ പ്രമുഖരുടെ പേര് കൊടുക്കാതെ പ്രമുഖർ എന്ന് മാത്രം പറയണമെന്നുണ്ടെങ്കിൽ പത്രങ്ങൾക്കും വേണ്ടപ്പെട്ടവരാകണം. തീർച്ചയായും. കാര്യം ഇന്ന് പത്രങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാർക്കറ്റിംഗ് എന്നൊരു കാര്യമുണ്ട്. അവിടെ പത്രങ്ങളുടെ വാർത്ത നിശ്ചയിക്കുന്നത് ന്യൂസ് എഡിറ്ററോ ചീഫ് എഡിറ്ററോ അല്ല, മാർക്കറ്റിംഗ് മാനേജരാണ് എന്നുള്ളൊരവസ്ഥ ഇന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു SITക്ക് ഉണ്ടായ സ്വാഭാവികമായ സംശയങ്ങളുണ്ടല്ലോ, ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു ദുരൂഹത അപ്പോഴും അവശേഷിപ്പിക്കുകയാണ്. അതിലൊന്നാണ് ഈ ഒരു അന്താരാഷ്ട്ര കായിക കോടതിയിൽ കേസ് കൊടുത്തെന്ന് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. അവിടെ കൊടുത്ത വക്കീൽ ഫീസ്, ആ വക്കീൽ ഫീസിന് മാത്രം 250 കോടിയോളം രൂപ GST കെട്ടിവെക്കണം. അതടച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മൾ സുപ്രീം കോടതിയിലൊരു വക്കീലിനെ കൊണ്ടുപോലെ നമുക്കൊരു കേസ് നടത്തി എത്ര കോടി രൂപ അവർ പ്രതികളെ വാങ്ങിക്കു വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര കായിക കോടതിയിലാണ് കേസ് നടത്തണമെങ്കിൽ അവിടുത്തെ വക്കീലിന് വിദേശ വക്കീലേക്ക് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഫീസ് വാങ്ങുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റുമാരാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫീസാണ് വക്കീലന്മാർ ഈ വിദേശ രാജ്യങ്ങളിൽ വാങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ അവിടെ ഏതെങ്കിലും ഇപ്പോൾ പ്രമുഖനായ വക്കീലിനെ കണ്ട് അയാൾക്ക് വലിയ തുക, അപ്പോൾ അയാൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അയാളൊരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുക്കുന്നത്, അതിന് GST അടയ്ക്കേണ്ടി വരും. ഇവിടെ വേറൊരു ഈ ED ഇതുപോലെ തന്നെ അന്വേഷണം മുഖ്യം എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അന്ന് ഇതുപോലെ ഈ വെട്ടിപ്പ് നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുകളെ സമീപിച്ചിരുന്നു. ബാങ്കുകളിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള രേഖകളും അവർ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിട്ട് പിന്നെ അതിനുശേഷം ഇത് മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അതായത് വേണ്ടതെല്ലാം അവരുടെ കൈ കിട്ടി, എന്നാൽ ഇത് മുന്നോട്ട് നീങ്ങിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ SIT വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ ബാങ്കിനെ സമീപിച്ചതിന് ശേഷമാണ് ഈ രേഖകൾ ബാങ്കുകാർ പറഞ്ഞു ഞങ്ങളെല്ലാ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ഞാൻ ഇടിക്ക് മാസങ്ങൾ മുമ്പ് കൊടുത്ത് എന്ന് പറഞ്ഞു കാണുമായിരിക്കും. മാത്രമല്ല ഇവരുടെ റിപ്പോർട്ടർ കമ്പനി ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ബാങ്കുമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കൃത്യമായ കാര്യങ്ങൾ കണക്ക് കൊടുക്കാതെയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ വിഷയങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നമ്മളിത് നോക്കുമ്പോഴേ ഇത് വളരെ വിചിത്രമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ ഈ എന്താണ് പറയുക, ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരുപാട് പേര് ഇവരൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പല ഘട്ടങ്ങളിൽ. ഇപ്പം മാത്രമല്ല, പണ്ടും ഇവർ പല തട്ടിപ്പുകളും നടത്തിയ സമയത്ത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് കേസിൽ ഇവർ പെട്ടപ്പോൾ അന്ന് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ വെളിയിറക്കാൻ വേണ്ടി ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് അന്നത്തെ ഒരു UDFൻ്റെ മന്ത്രിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ കർശനമായ നിർദ്ദേശത്തിലാണ് പുറത്തിറങ്ങിയെന്ന് പറയുന്നുണ്ട്. BJPക്ക് അവരുടെ സഹായമുണ്ട്, CPMൻ്റെ സഹായം എല്ലായ്പ്പോഴും ഉണ്ട്. അതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇതേപോലൊരു തട്ടിപ്പ് പ്രസ്ഥാനത്തിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ അവരുടെ ചാനൽ ജീവനക്കാർ പോലും ഇത്രയും സപ്പോർട്ട് ചെയ്തതെന്നില്ല. അതിനേക്കാൾ വലിപ്പത്തിലാണ് ഓരോ സൈബർ സഖാക്കളും റിപ്പോർട്ടർ ചാനലിനെയും അവരുടെ കൊള്ളരുതായ്മകളെയും സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ പോഷക സംഘടനകളും എല്ലാം രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടർ ചാനൽ രക്ഷിക്കുക. മാത്രമല്ല അവർ ദിവസം ഓരോരോ പുതിയ കഥകൾ കൊണ്ടുവരുന്നുണ്ട്. മറ്റേ ബന്ധപ്പെട്ടുള്ള കഥകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഈ മുഖ്യ സംഭവത്തിൽ നിന്ന്, അതായത് ഇവർ നടത്തിയ വലിയ തട്ടിപ്പിൽ നിന്ന് ആളെ ജനശ്രദ്ധ മാറ്റിവിടുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉറപ്പാണല്ലോ. മാത്രമേ ഇവർ ഈ പരിപാടി ഇന്നല്ല തുടങ്ങിയത്. കാരണം എന്നൊക്കെ ഇതേപോലെ ഇവർ പ്രതിസ്ഥാനത്താകുന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്, അത് വേറെ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരിടക്കാലത്ത് ഇതുപോലെ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അന്ന് ഇതുപോലെ റിപ്പോർട്ടറിനെതിരെ വാർത്ത വന്നപ്പോൾ അന്ന് അവർ റിപ്പോർട്ടർ ചാനൽ ഭയങ്കര പ്രാധാന്യത്തോടെ കൊടുത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലുള്ള ഒരു കേസ് എന്ന് പറഞ്ഞ് അവരത് വലിയ
ആന വലുപ്പത്തിൽ അത് അതെ അതെ കൊടുത്ത് അതെ അതെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമം നടത്തിയവരാ. അതുകൊണ്ട് അവർ തട്ടിപ്പ് നടത്തി ശീലിച്ചവർക്ക് ജനങ്ങളെ പിന്നെയും പറ്റിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഇവർ കാര്യമൊന്നുമല്ല. കൊണ്ടുവരുന്ന വാർത്തകൾ അല്പം കഴിയുമ്പോൾ പൊളിയോ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ 2-3 ദിവസം കത്ത് ചേർത്താൻ പറ്റും, സ്വാഭാവികമാണല്ലോ. കാരണം വിശ്വസനീയമായ രീതിയിൽ വാർത്ത അവതരിപ്പിക്കും തട്ടിപ്പുകൾ അവർ റിപ്പോർട്ടർമാരെ കൊണ്ട് ഈ കൃത്യമായിട്ടും അങ്ങനെ പ്ലാൻ ചെയ്ത് സ്റ്റോറി ചെയ്യിച്ച്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും പീഡന കേസിൽ പ്രതിയായി കിടക്കുകയില്ലേ, ആ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചില്ലേ ഇവർ? ഒന്നല്ലല്ലോ, ഏഷ്യൻ മോട്ടോഴ്സ് തട്ടിപ്പ്, മാംഗോ ഫോൺ തട്ടിപ്പ്, മരമുറി തട്ടിപ്പ്, അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സി തട്ടിപ്പ്. ഈ തട്ടിപ്പ് ഇത്രയധികം തട്ടിപ്പ് നടത്തി ശീലിച്ചവർക്ക് ഒരു കള്ളം കൂടി പറയാനാണോ പാടുള്ളത്? അല്ല, അതാണ് നമ്മളിവിടെ ആലോചിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മറഡോണെ കേരളത്തിൽ കൊണ്ടുവന്നല്ലോ നമ്മുടെ ഇദ്ദേഹം, നമ്മുടെ ബോബി ചമ്മണൂർ ബോച്ചെ മറഡോണെ കൊണ്ടുവന്നു. അപ്പം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന് വേണ്ടി അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആകാമെങ്കിൽ പോലും അതിൽ സർക്കാർ സംരംഭം എന്നുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അയാൾ അതേ രീതിയിൽ കാശും കൊടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പുള്ളി അവരുടെ ബ്രാൻഡ് അംബാസഡർ എന്തൊക്കെയായി പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അതുപോലെ മെസ്സിയും കൊണ്ടുവരും എന്നാണ് നമ്മുടെ നാട്ടുകാർ കരുതിയത്. പക്ഷെ രണ്ടും രണ്ടാണ്. ബോച്ച കൊണ്ടുവന്ന് അയാളുടെ സ്വകാര്യ പരിപാടി, അയാൾ പൈസ മുടക്കിയാണ്, അത് തീർന്നു. ഇവിടെ അങ്ങനെയല്ല, സർക്കാർ ചെലവിൽ മെസ്സിയെ കൊണ്ടുവന്നിട്ട് കാശ് വേറെ ആണുങ്ങൾ അടിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു ചെയ്തത്. അത് ഇതൊരു സംഘടിത പരിപാടിയാണ്. മാത്രമല്ല ആദ്യകാലങ്ങളിലേക്ക് തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥന്മാരെ പറപ്പിക്കുകയായിരുന്നു ഇവരെല്ലായിടത്തും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് CPM ഭരിച്ചിരുന്നപ്പോൾ സംഭവിച്ചത് മാത്രമല്ല, UDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുമായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസ്ഥ മാറിയെങ്കിലും ഇതിലെ നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞു ഈ അന്വേഷണം മുഖ്യമോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പം നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പം ഈ കേന്ദ്ര ഏജൻസി ഇതുപോലെ ഒരു പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിലും ഒരു ദുരൂഹത നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ED കുറിച്ച് പറയുമ്പോൾ തന്നെ ED കുറിച്ച് പലപ്പോഴും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ആളും നമുക്കറിയാം ഒരു ED ഉദ്യോഗസ്ഥന് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാർ ആരാണോ ഭരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനോ അനിഷ്ടത്തിനോ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ഇത്തരം ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പണ്ടും ആരോപണമുള്ളതാണ്. അത് കോൺഗ്രസ് വെച്ചിരുന്നപ്പോഴും നമുക്കറിയാം. അത് കോൺഗ്രസ് അക്കാര്യത്തിൽ യോഗ്യന്മാരെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ കോൺഗ്രസ്സിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ അടുത്ത് വിളിച്ച് വരണം, CBI കൊണ്ട് അന്വേഷിക്കും. അന്ന് CBI ഉള്ളൂ, ED ഇല്ലല്ലോ. നിങ്ങളൊരു CBI അന്വേഷണം നടത്താൻ പോകാൻ നിങ്ങൾ അനധികൃത സമ്പാദ്യമല്ല ഞങ്ങളിപ്പം കണ്ടെത്തുന്നത് പറയാൻ പേടിച്ച് അവർ കീഴടങ്ങുമായിരുന്നു. അപ്പോൾ അതുപോലെ കേന്ദ്ര ഏജൻസികൾ എല്ലാ കാലത്തും ഇത്തരത്തിൽ ഈ കേന്ദ്രം ഭരിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പക്ഷേ അങ്ങനെ നമ്മൾ പറയുന്ന അന്തർധാരയുണ്ടല്ലോ, ഇത് CPM-ന് വലിയൊരു അന്തർധാരയാണുള്ളത്. ആ CPM-ന് അന്തർധാര തന്നെ ചിലപ്പോൾ ഇതിന് ഉപയോഗിച്ച് കാണുമായിരിക്കും. ഇവരെല്ലാവരും ഒരു നെക്സസ് ആണെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാര്യം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള വളരെ വിപുലമായ നെറ്റ്വർക്കുള്ള ഒരു സംവിധാനമാണ് ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ തട്ടിപ്പ് സംഘം. ഇവർ കാലാകാലങ്ങളിൽ ഓരോ തട്ടിപ്പ് നടത്തുമ്പോഴും അതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ അതിൽ ഇൻവോൾവ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. മാംഗോ ഫോണിന്റെ തന്നെ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. അമിതാഭ് ബച്ചന്റെയും സച്ചിന്റെ പേര് പറഞ്ഞിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ മെസ്സി തട്ടിപ്പിൽ മെസ്സി ഇങ്ങനത്തെ സംഭവം അറിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ, അതാണ് ഇപ്പോഴും വരുന്ന ചോദ്യം. മെസ്സി ഇതുപോലും അറിഞ്ഞിട്ടുണ്ടോ? ഇവർ ഓരോ ഏജൻസി കൊണ്ട് പൈസ കൊടുത്തു അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മെസ്സി ഇത് അറിഞ്ഞോ എന്നാണ് എന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മെസ്സി അറിഞ്ഞിട്ടില്ലായിരിക്കും തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവർ നടത്തുന്ന ഒരു ബോധപൂർവമായിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. റിപ്പോർട്ടറിനെ സംഘടിതമായിട്ട് മറ്റ് ചാനലുകൾ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ചില ഓൺലൈൻ സൈറ്റുകൾ അത്തരത്തിൽ കഥകൾ മെനയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ റേറ്റിംഗിൽ റിപ്പോർട്ടർ TV മുന്നിൽ വന്നു, ഏഷ്യാനെറ്റൊക്കെ ഇടിഞ്ഞു താഴെ പോയിരുന്ന തരത്തിൽ കുറെ കഥകൾ കണ്ടിരുന്നു. പക്ഷേ എൻ്റെ അറിവിൽ റേറ്റിംഗ് ഇപ്പോൾ നമ്മൾ ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് റേറ്റിംഗ് നിർത്തി വെച്ചതാണ്. പിന്നീട് ഇതുവരെ റേറ്റിംഗിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ രീതി എന്ന് വെച്ചാൽ ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ മതി, ആൾ വിശ്വസിക്കും. പിന്നെ ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്നത്. എത്രയോ വാർത്തകൾ ഇവരൊക്കെ പുറത്ത് കൊണ്ടുവന്ന് റിപ്പോർട്ട് ചാനൽ പുറത്ത് കൊണ്ടുവന്ന് എത്ര വാർത്തകളാണ്. പിന്നീട് അത് സത്യമല്ലായിരുന്നു. പിന്നീട് അവർ സാധാരണ ഇതിൽ പണ്ടത്തെ ഒരു മാധ്യമ രീതി നമുക്കൊരു അബദ്ധം പറ്റി നമ്മൾ ക്ഷമാപണം കൊടുക്കും, നമുക്ക് അബദ്ധം പറ്റിയാണ്. ഇന്ന് ക്ഷമാപണമൊന്നുമില്ല, അത് അവിടെ കിടക്കും. അപ്പോൾ പല ആളുകളെയും എത്രയോ പേരെ ഇവർ അവരുടെ ജീവിതം തന്നെ തകർത്ത രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം വിശദീകരണമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ SITയുടെ കണ്ടെത്തലിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. ഇത് സത്യമാണോ? ഈ ED നേരത്തെ അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുക, ഇത് മുക്കിക്കളയുന്നതാണോ എന്ന് ഇപ്പോൾ SIT ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു വിവരം, ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മുഴുവൻ സാമ്പത്തിക വിവരങ്ങൾ അവരാവശ്യപ്പെട്ടോ അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെയും ഇതിനുള്ളിൽ ഇടപെട്ടിട്ടുണ്ടോ? അവരും ഇത്തരത്തിൽ ഈ ക്രമക്കേടുകൾ ഒതുക്കി തീർക്കാൻ അവരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും SIT ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്.
ഏതായാലും ഈ SITയുടെ അന്വേഷണമെങ്കിലും കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും ഒപ്പം ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കേട്ടത്. അവരുടെ കൈവശം ഈ എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിച്ച് അടിയന്തര നടപടിയെടുക്കാം. മുഖ്യമന്ത്രി VD സതീശനാണെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഈ തുടങ്ങിയിരിക്കുന്ന അന്വേഷണം ഞങ്ങളുടെ സർക്കാരിന്റെ അല്ല, മുൻ സർക്കാരാണ് ഇതുപോലെ ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയത്, പക്ഷെ അത് മുന്നോട്ട് അന്വേഷണം പോയില്ല എന്നായിരുന്നു അദ്ദേഹവും പറഞ്ഞത്. അതെ, അദ്ദേഹം പറഞ്ഞ പ്രാഥമികമായ അന്വേഷണം നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രാഥമിക കഴിഞ്ഞതിന് ശേഷം ഇനി കൃത്യമായി ഏത് അന്വേഷണം വേണമെന്നുള്ളത് സർക്കാർ തീരുമാനിക്കും എന്നുള്ളതാണ്. അത് CBI വേണോ അതല്ല സംസ്ഥാന പോലീസ് പിടുത്ത ഏജൻസികൾ അന്വേഷിക്കണോ എന്നുള്ള കാര്യം ഈ ചർച്ചയ്ക്ക് അത് സർക്കാർ തീരുമാനിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ CBI അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അദൃശ്യ ശക്തികൾ വീണ്ടും അവിടെ ഇടപെട്ട് ഇവരെ രക്ഷിക്കുമോ എന്നുള്ളൊരു ഭയം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ SITയുടെ ഈ ഒരു കണ്ടെത്തൽ ED നേരത്തെ തന്നെ ഇവർക്കുറിച്ച് വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം നടപടിയെടുത്തില്ല എന്നുള്ള കാര്യം നമ്മൾ അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഈ അന്തർധാര അവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ തട്ടിപ്പ് നടത്തിയ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി വേറെ ആരൊക്കെയോ ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിൽ പിടിമുറുക്കുന്നുണ്ട് എന്നും തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ.